നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ ദൈവം ഒരു വഴി തുറക്കുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഒരു വഴി തുറക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. പ്രധാനമായിട്ടും നിങ്ങളിൽ കൂടുതൽ ആളുകൾക്കും സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില വാർത്തകളൊക്കെ വന്നു ചേരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ ചില ആളുകൾ, എല്ലാവരുമല്ല, നിങ്ങളിൽ ചില ആളുകൾ ഏതോ ഒരു വ്യക്തി മൂലം വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത്. വ്യക്തി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ സുഹൃത്താവാം, നിങ്ങളുടെ പങ്കാളിയാവാം, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാവാം. അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെയധികം വിശ്വാസമർപ്പിച്ച, സ്നേഹിച്ച, എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ഏതോ ഒരു വ്യക്തിയിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ചതി, തിരിച്ചടി കിട്ടിയത് മൂലം വളരെയധികം വേദനിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിൽ ചില ആളുകൾ ഉള്ളത് എന്നാണ് ഇവിടെ കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയും വിചാരിച്ചതുപോലെയും ആയിരുന്നില്ലായിരിക്കാം ആ ഒരു വ്യക്തിയുടെ ചിന്തയും ആഗ്രഹങ്ങളും. അപ്പോഴിവിടെ ശരിക്കും ആ ഒരു വ്യക്തി എന്താണെന്നും അവരുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു മനോഭാവം എന്താണ് എന്നൊക്കെയുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു വെളിച്ചം ഉണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു വ്യക്തിയിൽ തന്നെ ആയിരിക്കാം കുറച്ച് നാളായിട്ട് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അപ്പോൾ അവരുടെ ഓർമ്മകളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് വളരെ പ്രയാസകരമായിരിക്കാം. കാരണം നിങ്ങളുടെ ആ ഒരു വിശ്വാസം പിടിച്ചു പറ്റുന്ന രീതിയിൽ, നിങ്ങളെ അത്രയും വിശ്വസിപ്പിക്കുന്ന രീതിയിലായിരിക്കാം ആ ഒരു വ്യക്തി നിങ്ങൾക്ക് സ്നേഹവും കരുതലും നൽകിയിരുന്നത്. എന്നാൽ ഇവിടെ ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനാൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾ അതിജീവിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ തീർച്ചയായിട്ടും സമാധാനവും സന്തോഷവും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെയൊക്കെ തിരിച്ചറിയാനും അനുഭവിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ എത്ര വലിയ ദുഃഖങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിലും അതിനെയൊക്കെ ഉള്ളിലൊതുക്കി, അല്ലെങ്കിൽ ആരെയും അറിയിക്കാതെ മറ്റുള്ളവർക്ക് മുന്നിൽ സന്തോഷത്തോടെ നിൽക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ സഹതാപം നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് സങ്കടങ്ങളായാലും നഷ്ടങ്ങളായാലും അതിനെയൊക്കെ നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സ്വയം സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിലുണ്ട്. ഇവിടെ നിങ്ങളുടെ ബന്ധങ്ങൾ കുറച്ചുകൂടി ദൃഢമാവും എന്നുള്ളത് കാണുന്നുണ്ട്. ഇപ്പോൾ കുടുംബവുമായിട്ടുള്ള ബന്ധം, ബന്ധുക്കളുമായിട്ടുള്ളത്, അതേപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ടൊക്കെയുള്ള ഒരു ബന്ധം കുറച്ചുകൂടി ദൃഢമാവുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ നിങ്ങളുമായിട്ട് പിണങ്ങി നിൽക്കുന്ന പലരും നിങ്ങൾക്കരികിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ടുണ്ട്. കൂടാതെ പ്രതിസന്ധികൾ നിങ്ങൾക്ക് വന്നു ചേരുമ്പോൾ അവിടെ തളർന്നു പോവാതെ ആത്മധൈര്യത്തോടെ ഈ ഒരു സാഹചര്യവും നിങ്ങളിൽ നിന്നും കടന്നു പോവും എന്ന പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുക. അതേപോലെ തന്നെ വളരെയധികം ഒറ്റപ്പെടൽ നേരിടുന്ന ആളുകളുടെ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം നിങ്ങളിൽ പലരും, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന, കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന, നിങ്ങളെ പരിഗണിക്കാത്ത, സ്നേഹിക്കാത്തയൊക്കെ ഒരു സാഹചര്യത്തിലുള്ള ഒറ്റപ്പെടൽ ആയിരിക്കാം നിങ്ങളിൽ പലരും അനുഭവിക്കുന്നത്. എന്തായാലും ചില വ്യക്തികൾ വളരെയധികം ഒറ്റപ്പെടൽ ഇപ്പോൾ നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ മുറുകെ പിടിക്കുക. ആ ഒരു ശക്തി ഏതൊരു മോശം സാഹചര്യത്തിൽ നിന്നും, മാനസിക അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണവും സഹായവും നൽകും എന്ന് തന്നെ വിശ്വസിക്കുക.
തീർച്ചയായിട്ടും നിങ്ങളിലെ ഇപ്പോഴത്തെ ഒറ്റപ്പെടൽ വെറും താൽക്കാലികം മാത്രമാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് വലിയ താമസമൊന്നുമില്ലാതെ തന്നെ പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കൂടാതെ നിങ്ങൾക്ക് മനഃശാന്തിയും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ വളരെയധികം സങ്കടപ്പെടുന്നുണ്ടാവാം. നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ അത്തരത്തിലുള്ള മാനസിക നിലയിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിലേക്ക് മനഃശാന്തിയും സമാധാനവുമൊക്കെ വന്നു ചേരുന്നുണ്ട്. അതേപോലെ തന്നെ പേര്, പ്രശസ്തി, സാമ്പത്തികം അല്ലെങ്കിൽ എന്ത് കാര്യമായാലും അതൊക്കെ നേരായ മാർഗത്തിൽ കൂടി നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നേരായ മാർഗത്തിൽ കൂടി പോയാൽ ഏതൊരു കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ശരിയായ ദിശയിൽ കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുള്ളത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ധാരാളം ആഘോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അതിൽ വിജയം കൈവരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളെ പിന്തുണയ്ക്കാനും വിജയത്തിലേക്ക് നയിക്കാനുമൊക്കെ ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടുമൊക്കെ ധാരാളം ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വിജയത്തിൻ്റെ സന്തോഷം അവരോടൊപ്പം ചേർന്ന് പങ്കിടാനും ആഘോഷിക്കാനുമൊക്കെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ശുഭവാർത്തകൾ, പുതിയ തുടക്കങ്ങൾക്കുള്ള അവസരങ്ങൾ ഇവയൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ചിന്താഗതിക്കനുസരിച്ച് പ്രവർത്തിക്കാനും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നു ചേരുന്ന പുതിയ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. കൂടാതെ പുതിയ ആശയങ്ങളെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കാനും നടപ്പിലാക്കാനുമൊക്കെ താല്പര്യം കാണിക്കുന്ന ആളുകളോടൊപ്പം ചേർന്ന് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കാനും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുമൊക്കെ ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായേക്കാം എന്നുള്ള ഒരു സന്ദേശം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോഴിവിടെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.